ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീകുമാർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് പറയുന്നത് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ നോർമലി ഡി എ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, 4 hour ടൈം ഫ്രെയിമിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫൗണ്ട് ചെയ്തു, 1 hour ടൈം ഫ്രെയിമിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫൗണ്ട് ചെയ്തു, സോ ഒരു ഡൗൺ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു അപ്പിന് സാധ്യതയുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പല ആളുകൾക്കും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എൻട്രി എവിടെയാണ് വെക്കേണ്ടത്, അല്ലെങ്കിൽ എക്സിറ്റ് എവിടെയാണ് വെക്കേണ്ടത്, സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടെന്ന് കഴിഞ്ഞ ലൈവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ തികച്ചും ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതെന്തുകൊണ്ടാണെന്നുള്ളതും ഞാനൊന്ന് ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു റിവേഴ്സൽ പാറ്റേൺ ആണ്. നമ്മൾ ഈ ഒരു പാറ്റേൺ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് നോർമൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ, രണ്ടെന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇതാണ് നമ്മുടെ നോർമലായിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇത് തന്നെ തിരിച്ചു വരുന്നതിനാണ് നമ്മൾ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു നമ്മളൊരു അപ് ട്രെൻഡിൽ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലെ അപ് ട്രെൻഡിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ഡൗൺ ട്രെൻഡ് കടന്നു വരുന്നു എന്നുള്ളതാണ്. ഒരു ട്രെൻഡ് റിവേഴ്സലാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ഡൗൺ ട്രെൻഡിൽ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നിലവിൽ ഡൗൺ ട്രെൻഡിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് ഒരു അപ്പ് മൊമെൻറ്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടാൻ പോകുന്നു എന്നാണ് നമുക്ക് ഈ ഒരു ട്രെൻഡ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാണ്ട് പറ്റുന്നത്. അപ്പോൾ നോർമലി ഇതൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു ട്രെൻഡാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത്. അത്യാവശ്യം എല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് മാർക്കറ്റിൻ്റെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാകുമ്പോൾ എല്ലാവരും പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റുമല്ലോ അങ്ങനെയാണെങ്കിൽ. സോ അവരുടെ ആളുകളുടെ SL ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ പല രീതിയിലുള്ള ചേഞ്ചസ് മാർക്കറ്റിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് കൊണ്ടുവരും. അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ നോർമലായിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ പ്രീവിയസ് വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഞാനൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പറയുമ്പോൾ ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടാവും, ഒരു ഹെഡ് ഉണ്ടാവും, റൈറ്റ് ഷോൾഡർ ഉണ്ടാവും, അതിൻ്റെ സപ്പോർട്ട് ഏരിയ അതിനെ നമ്മൾ നെക്ക് ലൈൻ എന്ന് പറയും. ആ നെക്ക് ലൈന് താഴെ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻട്രി എടുക്കാമെന്ന് ഞാൻ പറയാറുണ്ട്. അത് കഴിഞ്ഞ് ടാർജറ്റ് ഏരിയയിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു അപ് ട്രെൻഡിൽ നമ്മളൊരു ഹെഡ് ആൻഡ് ഷോൾഡർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു റിവേഴ്സലാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഇവിടെ കുറേ ആളുകൾ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഞാനിതൊരു ചാർട്ടിൽ കാണിച്ചു തരാം. ഇവിടെ ഒരു ലെഫ്റ്റ് ഷോൾഡർ, ഇവിടെ ഹെഡ്, ഇവിടെ റൈറ്റ് ഷോൾഡർ, ഇതിൻ്റെ നെക്ക് ലൈനായിട്ടുള്ള സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിക്കഴിയുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് പലരും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെക്ക് ലൈന് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കും, നെക്ക് ലൈന് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കും. കാരണം ഇതൊരു ഇവിടെ നിന്ന് നേരെ ഡൗൺ ആണല്ലോ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഹെഡിൽ നിന്ന് ഈ ഒരു നെക്ക് ലൈനിലേക്ക് ഉള്ള അത്രയും ദൂരമാണ് താഴേക്ക് നമുക്ക് ടാർജറ്റായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫണ്ട് ലിക്വിഡേറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലരും അങ്ങനെ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ലോസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതൊരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ശരിക്കും നമ്മുടെ റൈറ്റ് ഷോൾഡറിന് മുകളിലാണ് എന്ത് ചെയ്യേണ്ടത്, സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടതായിട്ട്. ആദ്യം തന്നെ നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ട്രേഡിൽ റിസ്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവണം. അതായത് നമുക്ക് ആ ഒരു ട്രേഡിൽ വരുന്ന ലോസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറായിട്ട് വേണം നമ്മളൊരു ട്രേഡ് വെക്കാൻ. ഈ SL വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന വലിയ ലോസിനെ ചെറിയ ലോസ് കൊണ്ട് നികത്തുക എന്നുള്ളത് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഒരു XL അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്കൊരു നല്ല ട്രേഡർ ആവാനോ നല്ലൊരു പ്രോഫിറ്റ് എടുക്കാനോ മാർക്കറ്റിൽ നിന്ന് സാധിക്കില്ല. അപ്പോൾ ഞാനിത് എൻ്റെ ലൈവ് ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് പല രീതിയിൽ വരും. അപ്പോൾ നോർമലായിട്ട് ഇപ്പോൾ ഒരാൾ ബേസിക്കായിട്ട് അറിയാവുന്ന ഒരാൾ ഇപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ ഈ ഇത്രയും ഫോമായിട്ടുണ്ടെന്ന് ചിന്തിക്കുക, ഈ ഒരു ഇത്രയും ഫോമായിട്ടുള്ളൂ എന്ന് ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നോർമലായിട്ട് എല്ലാവരും ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ട് ഫെമിലിയർ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ ട്രേഡിംഗ് വ്യൂവിൽ പാറ്റേൺസ് എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നും ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ വരയ്ക്കുന്നു, ലെഫ്റ്റ് ഷോൾഡർ വരച്ചു, അതിൻ്റെ ഹെഡ് വരച്ചു,
അതിൻ്റെ റൈറ്റ് ഷോൾഡർ വരച്ചു. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ സൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡേ ടൈം ഫ്രെയിമാണ്. ഓരോ ക്യാൻഡിൽസും 1 ഡേനെയാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ലൈൻ ഇവിടെ വന്നിട്ടില്ലേ, അതായത് ഈ ഒരു സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഏരിയകൾ നമുക്കതിനെ ഇതിങ്ങനെ മാർക്ക് ചെയ്താൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ട്രെൻഡ് ലൈൻ, അല്ലെങ്കിൽ നമ്മളതിനെ ഈ ഒരു കേസിൽ നമ്മുടെ നെക്ക് ലൈൻ എന്ന് പറയും. സോ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ആളുകൾ എന്ത് ചെയ്യുന്ന എന്തെടുക്കുക, എൻട്രി എടുക്കുക. ഇവിടെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തു, സോ ഇവിടെ എൻട്രി എടുത്തു. ഇവിടെ എൻട്രി എടുക്കുമ്പോൾ നോർമലി ആളുകൾ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കും ഇതിന് മുകളിൽ. അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ചില സിനാരിയോയിൽ നിങ്ങൾ കണ്ടോ, ഇവിടെ നിന്ന് ഒരു ഡൗൺ വന്നു, അതിനുശേഷം തിരിച്ച് മാർക്കറ്റ് ഒന്ന് കയറി ഇവിടെ SL സ്റ്റോപ്പ് ലോസ് വെച്ചവരുടെ ഫണ്ട് ലിക്വിഡേറ്റ് ചെയ്ത് താഴേക്ക് മാർക്കറ്റ് പോയി. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ളൊരു മൂവ്മെൻ്റ് ആണോ കിട്ടിയെന്ന് നോക്കാം. അവിടെ ഹെഡിൽ നിന്ന് ഈ ഒരു നെക്ക് ലൈൻ വരെയുള്ള ഏരിയ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം അത് നമ്മൾ ഇവിടെ നിന്ന്, അതായത് ഈ നെക്ക് ലൈൻ്റെ അവിടെ നിന്ന് താഴേക്ക് വെച്ചു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ഏരിയയിലേക്കുള്ളൊരു ഡൗണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോർമലായിട്ട് ഒരാൾ ചിന്തിക്കുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ വന്നു, അതിൻ്റെ ഒരു റിവേഴ്സിലാണ് ഒരു അപ്ഷൻഡിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്തു, ഡൗൺ കിട്ടി, പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ നമ്മളിവിടെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കുക, ഇവിടെ നമ്മളൊരു ഷോർട്ട് പൊസിഷനാണ് എടുക്കുക. ഓക്കെ, മാർക്കറ്റ് താഴേക്ക് പോകുമെന്ന് നമ്മളെന്ത് ചെയ്തു, സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഏരിയയിൽ വെച്ചു, അതിൻ്റെ ടാർജറ്റായിട്ട് ഈ ഒരു ഏരിയയിലും വെച്ചു. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നിന്ന് എൻട്രി എടുത്തു, റിസ്ക് ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെച്ചു, അതിനുശേഷം ഈ ഒരു ടാർജറ്റ് ഏരിയയിലേക്ക് ടാർജറ്റ് എമൗണ്ടും വെച്ചു. നിങ്ങളുടെ ഈ ഒരു ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇവിടെ തിരിച്ചു പോയിട്ടും ആ ഒരു ഏരിയയിൽ വന്ന് നിങ്ങളുടെ ട്രേഡ് സക്സസ് ആയി. ഇനി അഥവാ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിൽ വെച്ച ആളുകൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും, ഇത് തിരിച്ചു വരുന്ന സമയത്ത് ഇത് ലിക്വിഡേറ്റ് ആയിട്ട് അവരുടെ ഫണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇനി ഇതേ പാറ്റേണിൽ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു പാറ്റേൺ നമ്മൾ മാർക്ക് ചെയ്തു, ഇതിൽ തന്നെ നമുക്ക് ഒരു ഹെഡ് ആൻഡ് ഷോൾഡറും കൂടെ മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടെ മാർക്കറ്റിൽ ഇങ്ങനെ വരച്ച് വരുമ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പം ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതിവിടെ തന്നെ നമ്മളൊരു ഹെഡ് ആൻഡ് ഷോൾഡർ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഓക്കെ, ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡറായിട്ട് കാണാനായിട്ട് പറ്റും. കാരണം ലെഫ്റ്റ് ഷോൾഡർ കാണാം, ഹെഡ് കാണാം, റൈറ്റ് ഷോൾഡർ കാണാം. ഇത് പ്രകാരം നമുക്ക് വേണ്ട ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഹെഡിൻ്റെ അവിടെ നിന്നും നെക്ക് ലൈൻ്റെ അവിടെ വരെയുള്ള ടാർജറ്റ് ഏരിയ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ നെക്ക് ലൈൻ ഏരിയ ആയിട്ട് വരുന്നത് ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എന്ത് ചെയ്യാം, ഇവിടെ എൻട്രി എടുക്കാം. അവിടെ എൻട്രി എടുക്കുമ്പോൾ നമ്മുടെ SL എവിടെ വരണം, ഈ ഒരു റൈറ്റ് ഷോൾഡറിന് മുകളിൽ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി എടുക്കുന്നു. എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടാർജറ്റ് ഏരിയ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടാർജറ്റ് ഏരിയ ഇതായിട്ട് വരുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ഷോർട്ട് പൊസിഷൻ എടുത്തു, അതിൻ്റെ ടാർജറ്റ് ഏരിയ ആയിട്ട് നമ്മുടെ ഈ ഒരു ഏരിയ വെച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ വെക്കുന്നു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഫിറ്റിൽ എക്സിറ്റ് ആവാനായിട്ട് പറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ എൻട്രി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് തന്നെ നമ്മളുടെ റിവേഴ്സൽ പാറ്റേണിൽ, അതായത് ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നോർമൽ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ. ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിവേഴ്സ്, ഇത് തിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. അവിടെ നമ്മളെങ്ങനെയായിരിക്കും, ഇവിടെ താഴെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് നമുക്കൊരു ലെഫ്റ്റ് ഷോൾഡറും ഒരു ഹെഡും ക്രിയേറ്റായി ഒരു റൈറ്റ് ഷോൾഡർ ക്രിയേറ്റ് ആകുമ്പോൾ അതിനുശേഷം നമ്മുടെ നെക്ക് ലൈൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്ന ട്രെൻഡ് ലൈൻ ആയിരിക്കും. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എൻട്രി എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുന്നു, റൈറ്റ് ഷോൾഡറിന് താഴെ വെക്കുന്നു. ടാർജറ്റ് എമൗണ്ട്, ടാർജറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡും ഈ ഒരു നെക്ക് ലൈനും വരെയുള്ള ആ ഒരു ലെങ്ത്താണ് നമ്മുടെ ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് പാർഷ്യലായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. നമ്മുടെ ഒരു ടാർജറ്റ് ഏരിയ എന്ന് പറയുന്നത് ആ ഒരു ഏരിയ ആയിരിക്കും. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിൽ നിന്നും
ഇവിടെ വരെ വന്നിട്ട് തിരിച്ച് SL ഹണ്ട് ചെയ്യാനായിട്ട് ലിക്വിഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് മാർക്കറ്റ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മാർക്കറ്റിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, പ്ലെയേഴ്സ് കളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ആ പാറ്റേൺസ്, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് ഫൗണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് ഡേ ടൈം ഫ്രെയിം എടുത്തിരിക്കുന്നത്, ഞാൻ മറ്റൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹെഡ് ആൻഡ് ഷോൾഡർ എടുത്തു, നമ്മുടെ ലെഫ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്തു, ഹെഡ് മാർക്ക് ചെയ്തു, റൈറ്റ് ഷോൾഡർ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് പ്രകാരവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ നെക്ക് ലൈനായിട്ട് വരുന്നത് ഈ ഒരു ഏരിയയാണ് നമ്മുടെ നെക്ക് ലൈനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എൻട്രി എടുക്കണം. എവിടെ എൻട്രി എടുക്കണം? ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ എൻട്രി എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് എവിടെ? റൈറ്റ് ഷോൾഡറിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. അതല്ലാതെ ഇവിടെ വെച്ചവർക്ക് എന്ത് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഈ ഒരു നെക്ക് ലൈന് മുകളിൽ വെച്ചവർക്ക് എന്ത്, നേരത്തെ നിങ്ങൾ കണ്ടു അവിടെ നെക്ക് ലൈന് മുകളിലേക്ക് വന്നില്ല. അപ്പോൾ അതേപോലെ വരില്ല എന്ന് കരുതി ഇവിടെ വെച്ച് എന്ത് പറ്റും? നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മാർക്കറ്റ് ഒന്ന് ജസ്റ്റ് ഇവിടെ വരെ വന്നിട്ടുണ്ട്. അവിടെ ലിക്വിഡേഷൻ വെച്ചവരുടെയൊക്കെ ലിക്വിഡേഷൻ ആയിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോയി. അതായത് നമ്മൾ ടാർഗറ്റ് ഏരിയ, അതായത് ഈ ഒരു ഹെഡ് മുതൽ ഈ ഒരു നെക്ക് ലൈൻ വരെയുള്ള ഏരിയ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മളുടെ നെക്ക് ലൈൻ ഏരിയയിലേക്ക്, ഹെഡിൽ നിന്ന് നെക്ക് ലൈൻ ഏരിയയിലേക്ക് വരെയുള്ള ഏരിയയിലേക്ക് ഡൗൺ വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒരു ഷോട്ട് എടുത്തവർക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാനിവിടെ ഷോട്ട് കൊടുക്കുന്നുണ്ട്. ടാർഗറ്റ് ഏരിയ ആയിട്ട് ഈ ഒരു ഏരിയ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. ആ നെക്ക് ലൈൻ്റെ നീളം സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇതായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചവർക്ക് സ്റ്റോപ്പ് ലോസ് ആയി, അല്ലാത്ത ആളുകളൊക്കെ തന്നെ പ്രോഫിറ്റിൽ എക്സിറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് തിരിച്ചും നടക്കുന്നത്. നമ്മുടെ ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ വരുമ്പോൾ ഇത് തന്നെയാണ് നടക്കുന്നത്, തിരിച്ചാണെന്ന് മാത്രമേ ഉള്ളൂ ട്രേഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റു പാറ്റേൺസിൻ്റെ ചാർട്ട് അനലൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ ശ്രീകുമാർ, സൈനിങ് ഓഫ്.